ഇതാണ് റെഡ് ഡയമണ്ട് മിറാക്കിൾ ഫാമിലെ പേര. ഇവർക്കൊന്ന് കൊടുക്കുന്നതിന് മുമ്പ് ഞാനൊന്നും കഴിക്കാം ആദ്യം. എന്ന് വെച്ചാൽ സൈഡ് ചെറുതായിട്ട് കിളി കൊത്തിയൊന്നുമല്ല കേട്ടോ. സൂപ്പർ. ഇതൊന്നുമല്ല, നല്ല മധുരം കിട്ടും. ഇച്ചിരി ഒരു ശ്രദ്ധ ഇല്ലാതെ കിടന്നുപോയി. അതിനേക്കാളും മധുരം. മിറാക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ ചൂടുവശം ഒരു ചെറിയ ചടങ്ങ് പറ്റിയിട്ടോ. എൻ്റെ പൊന്നെ, ഇത് കണ്ടോ? ഇത് എന്നാന്ന് വെച്ചാൽ ഇത് കാണാതെ കിടന്നു. കുഴപ്പമില്ല, കണ്ടോ? ഒന്ന് കണ്ടിച്ച് കളഞ്ഞു കേട്ടെ. പറയാൻ കാരണം എന്നാണെന്നറിയാം, ഇപ്പം ഞങ്ങൾ വേറൊരു ചെറിയ പരിപാടി വെക്കുക. ഇവിടെ മലപ്പുറത്തുനിന്ന് മെഡിക്കൽ ഫീൽഡാണ് ഒരാൾ, പേര് ആഷിഖ്. ഇതേ ആഷിഖ്, ചേട്ടൻ്റെ പേരിന് യാസർ വന്നിട്ടുണ്ട്. മോനുണ്ട്, പിന്നെ വേറെ ഉണ്ട്. അവർ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനേ ഇന്ന് നമ്മൾ സാധാരണ പേരയ്ക്ക തൊലിയോട് കൂടി തിന്നുന്നത്. ഞാൻ ചുമ്മാ ഒന്ന് ചെത്തി കാണിക്കാം കേട്ടോ, എൻ്റെ കളറൊന്ന് കാണാൻ വേണ്ടി. ഇതാണ് റെഡ് ഡയമണ്ട് മിറാക്കിൾ ഫാമിലെ പേര. ഇവർക്കൊന്ന് കൊടുക്കുന്നതിന് മുമ്പ് ഞാനൊന്നും കഴിക്കാം ആദ്യം. എന്ന് വെച്ചാൽ സൈഡ് ചെറുതായിട്ട് കിളി കൊത്തിയൊന്നുമല്ല കേട്ടോ. പിടിച്ച് കളറ് കാണിക്കാം. പിടി. സൂപ്പർ. ഇതൊന്നുമല്ല, നല്ല മധുരം കിട്ടും. ഇച്ചിരി ഒരു ശ്രദ്ധ ഇല്ലാതെ കിടന്നുപോയി. അതിനേക്കാളും മധുരം വരും. അപ്പം ഞാൻ ഇതിൻ്റെ അകം കണ്ടോ, അകഭാഗം ഞാനൊന്ന് അവർ വന്നവർക്ക് കൊടുക്കുക. അപ്പം ഞങ്ങൾ ഈ പേരയ്ക്ക ഉണ്ടല്ലോ ആർക്കും ഞാൻ പോലും പറഞ്ഞു ഇപ്പോൾ ഇവർക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ട് തിന്നാം കേട്ടോ. അല്ലെങ്കിൽ എല്ലാവർക്കും കൊടുക്കും. ഇല്ലെങ്കിൽ ക്ഷമിക്കണം. എന്നാ വെച്ചാൽ നിങ്ങൾ വരുമ്പോൾ വിളവെടുത്ത് നിങ്ങൾക്ക് തന്നെ തരുള്ളൂ. അതിന് ഇഷ്ടം പോലെ പേര് വെച്ചിട്ടുണ്ട്. അവിടെ ആരോ വേറെ ഉള്ളത്? ഞാൻ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ തൈകളാണ് ഡി സി വഴി എത്തിക്കുന്നത്. നമുക്ക് ഒരു പയ്യൻ ഇത് ചെയ്തു തരുന്നതാണ്. അതിനകത്ത് ഒരു കളർഫുല്ല മിറാക്കിൾ ഫാമിലെ പേര നല്ലതാണ്. അപ്പം ഞാനിവിടെ വന്ന് ഇവരോട് സംസാരിച്ചില്ല എന്നൊരു ഇവർക്കൊരു സങ്കടം ഉണ്ടായിരുന്നു, ഒരു പ്രശ്നം. അതിനുവേണ്ടി ഞാൻ ഒലിവ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. എങ്കിലും അപ്പോൾ ഇവരോട് പറഞ്ഞു, നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. എന്നാന്ന് വെച്ചാൽ മറ്റൊന്നും തോന്നല്ല, ഞാൻ ഈ കൃഷി ചെയ്യുന്നവരുടെ കൂടെയാണെങ്കിൽ നിങ്ങളായിരിക്കും വരുകയില്ല. അല്ലെങ്കിൽ ഞാൻ മലപ്പുറത്തുനിന്ന് ഇവിടെ വരെ വന്നിട്ടേ തിരൂര്. അപ്പൊ ഞങ്ങൾ ഇതുവരെ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു എഫക്ട് അതിന്റെ എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടേ അതുകൊണ്ട് സാറ് വന്ന് ഇതിന്റെ കാണിച്ചു തന്നപ്പോ ആരൊന്നുമല്ല, പാവപ്പെട്ട ബിജു വളരെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. മിറാക്കിൾ ഫാം കണ്ടിട്ട് ഞാനിപ്പോ ഞാൻ ആദ്യം എന്റെ പേര് ആഷിഖ്. ഞാൻ ഫാർമസിയാണ്. കുറെ ജോലിക്കാരുണ്ട്. അപ്പോ ഞാൻ വന്നപ്പോ ഞാൻ സാർ വന്ന് കണ്ടപ്പോ പറഞ്ഞ ബിജു സാർ കണ്ടപ്പോ എനിക്ക് തോന്നി ഇത് തിരുവനന്തപുരത്തെ ഫാമിലല്ലേ. പിന്നെ സാറ് പിന്നെ ഇവിടെ കൊടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു തന്നപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ സാറെന്ന് വിളിക്കല്ലേ. ഒരു കാര്യം കൂടെ പറയട്ടെ, ബിജുവേട്ടൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇനി ഞങ്ങളിവിടെ കായ്ച്ച ചെടി 5 എണ്ണം ഉടനെ കൊണ്ട് ഒരു മെയിലും 4 ഫീമെയിലും കൃഷി ചെയ്യും. അതിൻ്റെ ടേസ്റ്റ് ഇവരെ കൊണ്ട് ഇപ്പം പറയിപ്പിക്കാൻ പോവാം. സാധനം വന്നിട്ടുണ്ട്, ഇവർക്ക് കൊടുക്കും. ഖജൂർ, അതിൻ്റെ പേര് ഈന്തപ്പഴത്തിൻ്റെ കൃഷി തുടങ്ങുവാണ്. നിങ്ങൾ കണ്ടോ, നല്ല ഒന്നാന്തരം ടിഷ്യൂ കൾച്ചർ തൈ തരും. പക്ഷെ ഭയങ്കര വിലയാണ്. ഇനി ചോട്ടിൽ നിന്ന് കുത്തിയെടുക്കുന്ന മെയിലും ഫീമെയിലും തരും. അതിന് വില കുറവുണ്ട്. പക്ഷെ ഒറിജിനലായിരിക്കും. ഞാൻ അതിൻ്റെ സാമ്പിൾ നമ്മുടെ തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവർക്ക് കൊടുക്കും. ഓക്കെ. അപ്പോൾ ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ ബൈ. എനിക്ക് ഇഷ്ടപ്പെട്ടോടാ. അപ്പോൾ ഇതെന്താണെന്നറിയോ? ഇത് ഈന്തപ്പഴം. ഇത് ഓർഗാനിക് സർട്ടിഫിക്കേഷനുള്ള ഫാമാണ്. ഈന്തപ്പഴം കൃത്യമായിട്ടും മിറാക്കിൾ ഫാം കൃഷി ആരംഭിക്കുകയാണ്. കായ്ച്ച ചെടികളാണ് ആദ്യം കൊണ്ടുവരുന്നത്. അതേന്ന് പറിച്ച് അടുത്ത വർഷം ദൈവം അനുഗ്രഹിച്ചാൽ ജനങ്ങൾക്ക് കൊടുക്കും. ഇപ്പം മലപ്പുറത്തു നിന്ന് വന്ന് നമ്മൾ പേരയ്ക്ക പറിച്ച് കൊടുത്ത് ഇവർക്ക് നമ്മളിത് പറിച്ച് ഇവരെ കൊണ്ടൊന്ന് കഴിപ്പിക്കാൻ പോകണം. ഇത് ഒരു കെമിക്കലും യൂസ് ചെയ്യാത്ത ഈന്തപ്പഴമാണ്. പറിച്ചെടുത്തു. അപ്പം ഞാൻ രാവിലെ കഴിച്ചായിരുന്നു. രണ്ടുകൂടി മധുരം ഉണ്ടോ എന്ന് പറയാം. ആഷിക്കേ, മധുരം ഉണ്ടോ? അടിപൊളി, നല്ലതാണോ? നല്ല മധുരം. ഇത് നമ്മൾ ഖത്തറിനൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് ആണ്. അടുത്ത വർഷം നമ്മുടെ മരത്തേന്ന് പറിച്ച്
നമ്മൾ വിളവെടുക്കും. വരണം. ഓക്കെ. തീർച്ചയായിട്ടും. അപ്പം മിറാക്കിൾ ഫാം ഇതിന്റെ കൃഷി ആരംഭിക്കുകയാണ്. ഞങ്ങൾ കാഴ്ച മരം കൊണ്ടുവെക്കും. അപ്പം ഇത് പോകുമ്പോൾ വണ്ടി വെച്ചു, കുറച്ചോ കഴിച്ചു. വിൽക്കാനല്ല, ഞങ്ങളുടെ സാമ്പിൾ കൊടുക്കുക മധുരം ഉണ്ടോ എന്നുള്ളത്. ഇത് അവിടെ കുറച്ച് പേര് വന്നിട്ടുണ്ട്, അവർക്ക് കൊടുക്കാം. അപ്പം ഓക്കെ കഴിച്ച് നമ്മൾ അടുത്ത കൃഷി തുടങ്ങുന്ന ഈന്തപ്പഴം പേരിന് നിങ്ങൾ കാഞ്ചിയാറ്. അപ്പോൾ അത് ഓർഗാനിക്കാണ്, ഒരു വിഷമില്ല, സർട്ടിഫിക്കേഷൻ ഉള്ള ഫാമിൽ നിന്ന് ഞങ്ങൾ വലിയ ചെടികൾ കൊണ്ട് കൃഷി ചെയ്യുകയാണ്. അപ്പം ഇത് വന്നപ്പോൾ നിങ്ങൾക്ക് മധുരമില്ലേ? ഇനി ഇതിൻ്റെ പരിപാടി അടുത്ത് ആരംഭിക്കുന്നത്. ഒലിവ് കൃഷി നടക്കുന്നു. അപ്പം ഇതിൻ്റെ കൂടെ വന്നു കൊണ്ട് കാണിച്ചാണ്. ഞാൻ കാപ്പി പോലും കുടിച്ചില്ലേ, ഞാൻ അവരുടെ കൂടെ വന്ന അലോഷ്യസ് അല്ലേ, ഇത് അലോഷ്യസ്. അപ്പം ഞങ്ങൾ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നത്. ഇപ്പം ഈ ഫാമിൽ വന്നേക്കുന്നവരെയൊക്കെയാണ് കണ്ടത്, എപ്പോഴും ആളുണ്ട്. ഇത് ഇടുക്കി ജില്ല കട്ടപ്പനയാണ്. കട്ടപ്പനയിൽ 10 കിലോമീറ്ററാണ്. ലൊക്കേഷൻ മിറാക്കിൾ ഫാം ഹൗസ്. ഞായറാവധി അല്ലാത്ത ദിവസം രാവിലെ 9 തൊട്ട് 5 വരെ പറിക്കുക, എടുത്ത് കഴിക്കുക. ഞങ്ങൾ കൃഷി ചെയ്യാൻ പോകുന്നതാണ്. വിഷമൊന്നുമില്ല, ധൈര്യമായിട്ട്. ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഇതിന് ഏത് കേരളത്തിലെ സ്ഥലത്തും ഉണ്ടാവും. അടുത്ത വർഷം നമ്മൾ ഇവിടെ വെക്കുന്നതിന് കാപറിക്കും. അപ്പം ഇവർക്കെല്ലാം കൊടുക്കുന്നതിന് മധുരമില്ലേ? മധുരമുണ്ട്. നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്ന ഏകദേശം സെയിം ടേസ്റ്റ്. ഇതിൻ്റെ മഞ്ഞ പറിച്ചേ, ഇത് പറിച്ചേ. മഞ്ഞയ്ക്കാണ് നല്ല മധുരം. അപ്പം നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇതിൻ്റെ ഓൾറെഡി എല്ലാ മെയിലും ഫീമെയിലും ഓൾറെഡി നമ്മുടെ കൈവശം ഉണ്ടായിരിക്കും. അപ്പം വേണ്ടവർ ബന്ധപ്പെടാം. ഇച്ചിരി കഴിഞ്ഞ് വന്ന് കണ്ടിട്ട് ഞങ്ങളൊന്ന് കൃഷി ഒന്ന് സെറ്റായിക്കൊണ്ട്. അപ്പം എവിടെ ബാംഗ്ലൂരിൽ എന്നാ വർക്ക് ചെയ്യുന്നത്? ബാംഗ്ലൂരിൽ ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ആണ് നമ്മുടെ വീഡിയോ കാണാനുള്ള വീഡിയോസ് ഇടാൻ തന്നെ. എവിടെയോ വീട് മൂവാറ്റുപുഴ. അപ്പം ഇവർ വന്നു. നിങ്ങളിത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ സ്ഥലം അറിയാലോ, കട്ടപ്പന. മിറാക്കിൾ ഫാം കണ്ടിട്ട് എങ്ങനെയുണ്ട്? മിറാക്കിൾ ഫാം വളരെ നല്ലതാണ്. ആക്ച്വലി ഞാൻ വന്നപ്പോൾ തന്നെ നല്ല ആംബിയൻസ് ആണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ മീൻസ് പ്ലാന്റിങ് രീതികളൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇപ്പോൾ മാൻഡറിൻ ഓറഞ്ചിൻ്റെ ഫാം മീൻസ് അവിടെ കൊമേഴ്ഷ്യൽ രീതിയിൽ ചെയ്തേക്കണൊക്കെ അതിൻ്റെ മീൻസ് മിക്സ് ചെയ്ത് ഗുവയും മാൻഡറിൻ ഓറഞ്ചും മിക്സ് ചെയ്ത് ചെയ്തിട്ടില്ലേ, അതൊക്കെ വളരെ നല്ലതായിരുന്നു. വീഡിയോയില് കാണുന്നൊക്കെ ഇവിടെ വന്നിട്ട് കാണാൻ പറ്റിയോ? പറഞ്ഞ കാര്യങ്ങളോ അല്ലേ? അതെ അതെ, സെയിം തന്നെയായിരുന്നു കാണാൻ പറ്റിയത്. അപ്പോൾ വളരെ സന്തോഷം. ഓക്കെ.